നമ്മളെല്ലാവരും കൂടെ സൂല് ചുറ്റിക്കറങ്ങി നടന്ന് അവസാനം നമ്മൾ അവശതയായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം പിള്ളേരോട് പറഞ്ഞ പ്ലാനില് ശോഭ സിറ്റി മോൾ ഉള്ളതുകൊണ്ട് എന്തായാലും അവിടെ ഒന്ന് കയറാതെ പോകാൻ പറ്റില്ല. ഇനി മോളിലും കൂടെ കറങ്ങി നടക്കാനുള്ള ആംബിയർ എന്നെ കൊണ്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ചെന്ന് കയറിയ പാടെ നമ്മുടെ മസാജർ കണ്ടത്. പിന്നെ ഞാനും അമ്മയും സച്ചും അതിനകത്ത് കയറിയിരുന്നൊരു ഗംഭീര മസാജൊക്കെ പാസ്സാക്കിയിട്ടോ. അരമണിക്കൂർ നേരത്തേക്ക് 200 രൂപയാണ് പെർ ഹെഡ് ഉണ്ടായിരുന്നത്. എനിക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടാട്ടോ ഫീൽ ചെയ്തത്. ആ ഒരു മസാജ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊക്കെ നല്ലോണം ഒന്ന് ഓണായ പോലെ എനിക്ക് ഫീൽ ആയിട്ടോ. പിന്നെ നമ്മളിതാ പിള്ളേർക്ക് വേണ്ടിയാണ് ഈ ഒരു ഗെയിമിംഗ് സെക്ഷനിലേക്ക് വന്നത്. ഇവിടെ ഒത്തിരി ഗെയിംസ് ഉണ്ടായിരുന്നു. നമ്മളൊരു 3 പ്രാവശ്യം നമ്മുടെ കാർഡ് റീചാർജ് ചെയ്ത് തന്നെയും പിന്നെയും ഇവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ വന്നതിന് വേറെ ഉദ്ദേശലക്ഷ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിള്ളേരെ ഈ ഒരു പ്ലേ ഏരിയയിൽ കൊണ്ടുവരാം, അവർക്ക് മാക്സിമം ടൈം കളിക്കാനായിട്ട് കൊടുക്കുക, ഈ ഒരു സംഭവം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിള്ളേരെ ഉദ്ദേശിച്ചാണ് നമ്മൾ വന്നതെങ്കിലും ഈ സ്ഥലം ഏറ്റവും എൻജോയ് ചെയ്തത് പിള്ളേരെക്കാട്ടിലും എനിക്ക് തോന്നുന്നു സച്ചുവാണെന്ന്. ഇതിനകത്തുനിന്ന് ഒരു കീ ചെയിൻ എടുക്കാൻ ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് അവസാനം ഞങ്ങളുടെ ട്രൈ കണ്ട് വീണു. അങ്ങനെ ഒരെണ്ണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ആ ബോളും അതുപോലെ ഒരു ഗെയിം കളിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാർഡിൽ റീചാർജ് ചെയ്യുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ ഇതേപോലത്തെ കുട്ടി കുട്ടി ഗിഫ്റ്റ്സ് ഒന്നും പോരാ. എന്നാൽ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. എന്തായാലും ആ ബോളും ആ കീ ചെയിനും കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ മെയിൻ മേക്കപ്പ് പൗച്ച് മറന്നുപോയതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കുറച്ച് ഐറ്റംസ് വാങ്ങാതെ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, സ്ഥിരം ചെയ്യുന്ന കുറച്ച് ഐറ്റംസ്, കുറച്ച് മേക്കപ്പ് കാര്യങ്ങൾ ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങിയ അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ലാത്തൊരു ഫീലാണ്. ഞാൻ ഈ പറയുന്നത് ഒട്ടുമിക്ക ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ ഓൾറെഡി ഉള്ള സംഭവങ്ങൾ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ബ്രാൻഡ് ഇപ്രാവശ്യം വേറെ ആട്ടോ നോക്കി വാങ്ങിയത്. അങ്ങനെ ഒരു അനാവശ്യ ചിലവ് അവിടെ നടത്തിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ട്രോബെറി ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ചുറ്റിക്കറങ്ങാനുള്ള ആംബിയർ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ.